സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വയനാട് ദുരന്തത്തിൽ മുസ്ലിം ലീഗ് 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേന്ദ്രം പുരപ്പുറത്ത് കയറി രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടതായും പി കെ കുഞ്ഞാലിക്കുട്ടി. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നേതാക്കൾ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഈ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ വരവ് ഇവരൊക്കെ കണ്ടിരുന്നു നേരിട്ട്. രാത്രി മോനവിടുന്ന് ഇറങ്ങി ഓടി വരികയാണ്. അവനെ രക്ഷിക്കാനും പറ്റൂല, മറ്റുള്ള രക്ഷിക്കണ്ടേ, അങ്ങനെ ഓടി തടിയിട്ടാണ്. ഇവിടെ നമ്മള് ഒരു ഇന്നിപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് നേതാക്കളെല്ലാം നമ്മൾ കൂടി ഇവിടെ പ്രത്യേകമായി മുസ്ലിം ലീഗ് രൂപീകരിച്ച ഉപസമിതി ഉണ്ടായിരുന്നു. അവരുമായൊക്കെ ചർച്ച ചെയ്ത് ഈ എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം നിർവഹിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന 100 വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകും. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം, അവരുടെ അതിജീവനം, അത് പ്രധാനമാണ്. പലതും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ തലമുറക്ക് അതിജീവനത്തിന് എന്താണോ ആവശ്യം, അവർക്ക് തൊഴിൽ വേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതെല്ലാം നടപ്പാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ഇതുമായി സഹകരിക്കുന്ന ജനങ്ങളുടെ വിശ്വാസം, അതിനെ പരിപൂർണമായും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. തങ്ങളെ പ്രഖ്യാപനം പൂർണ്ണമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞാൽ സർക്കാർ അവിടെ ഒരു ടൗൺഷിപ്പ് മാതൃകയാണ് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചേർന്ന് നിൽക്കും. ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള സജഷൻസൊക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്തിമ രൂപം മനസ്സിലായില്ലല്ലോ. മനസ്സിലാകുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടി സ്വന്തമായി തന്നെ 100 വീട് വെച്ച് കൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനമാകുന്ന ഞങ്ങൾ വ്യക്തമാകുന്നതും അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ. ആകുന്ന മുറക്ക് കാര്യങ്ങൾ ആലോചിക്കും. ഏതായാലും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു തങ്ങൾ പറഞ്ഞു. ഈ അനാഥരാകുന്ന കുട്ടികൾ കുറച്ച് പേരുണ്ട്. ഒരുപാട് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ പാർലമെന്റിൽ ഉൾപ്പെടെ അവതരിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഈ വിഷയം. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ MP-മാർ കൂടെ ഉണ്ട്, പാവൊക്കെ ഉണ്ട്, ബാക്കി ആളുകൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ആണെങ്കിൽ ഗവൺമെൻറ് വിട്ട് തരേണ്ടി വരുമല്ലോ. ഇതങ്ങോട്ട് കൊടുത്തിട്ട് പകരം ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ. ഏതാണ് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവസാനം ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം, കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം, വയനാടിൻ്റെ ഭൂമി തരങ്ങളുടെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ധാരാളമുണ്ട്. അതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ അതിലൊക്കെ അവർ സഹകരിക്കണം. പക്ഷേ പാർട്ടി ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നു. അതാണ് തങ്ങളിവിടെ പ്രഖ്യാപിച്ചത്. ഇന്നിപ്പം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ മോശമായിട്ടാണ് കേരളത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ദുരന്തമുഖത്ത് ഇത്രയും പേരെ ഈ കണ്ണീരിലാക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് കേരളം ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം എന്നുള്ളതാണ്. ഇപ്പം പറയുന്നത് വളരെ മോശമാണ്. ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കണ്ണീരൊപ്പാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൊളിറ്റിക്സ് അമിതമായി പറയേണ്ട എന്നാണല്ലോ. ഇവിടെ ഓപ്പോസിഷൻ ലീഡർ വന്നു, രാഹുൽ ഗാന്ധി. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഒരു പൊളിറ്റിക്സും പറയില്ല എന്നല്ല, ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പക്ഷെ സഹകരിക്കുകയാണല്ലോ മൊത്തത്തിൽ. അതിന് വ്യത്യസ്തമായി പുറപ്പുറത്തിരുന്ന് കയറിയിരുന്ന് രാഷ്ട്രീയം പറയുന്നത്, കേന്ദ്രം അവിടെ ഇരുന്ന് പറയുന്നത്, അതൊന്നും ശരിയല്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇങ്ങനെ അനുദിനം ഏറി വരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ദേശീയ ദുരന്തമായി ഇതുവരെ പ്രഖ്യാപിക്കാത്തത്? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് ആവശ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യത്തിൻ്റെ മാനദണ്ഡം ക്ലിയർ ആകുക. അത് ചെയ്തേ പറ്റുള്ളൂ. അതാണ് അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. ശരി.
വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.